ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വിക്ക് പ്രിപ്പറേഷൻ സീരീസിലെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ബ്രിക്ക് മേസൺറി എന്നൊരു ടോപ്പിക്കാണ്, പോർഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം, വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള കുറച്ച് ടെസ്റ്റ് റെഫർ ചെയ്തിട്ട് ഞാനത് ടാഗ് പ്രോഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ടാഗ് പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അത് നോക്കിയിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ബ്രിക്ക് മേസൺറിയിൽ നോക്കണം. ബ്രിക്ക് മേസൺറി IS കോഡ് എത്രയാണ്? ബ്രിക്ക് മേസൺറിയിൽ IS കോഡ് വരുന്നത് IS 2212-1991 ആണല്ലേ. IS 2212 ആണല്ലേ. IS 2212 ആണ് ബ്രിക്ക് മേസൺറിയിലെ IS കോഡ് വരുന്നത്. നമുക്ക് ഞാനതിന് ടെക്നിക്കൽ ടൈംസ് നോക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വോളിന് പാരലായിട്ട് നമ്മൾ ബ്രിക്ക് ലെയർ ചെയ്യുകയാണെങ്കിൽ ബ്രിക്കിൻ്റെ ലെങ്ത് വോളിൻ്റെ ഫേസിന് പാരലായിട്ടാണ് നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ബ്രിക്കിൻ്റെ ലെങ്ത് പോർഷനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ആ സീരീസ് ഓഫ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെഡർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ബ്രിക്കിൻ്റെ വിഡ്ത്ത് അല്ലേ, ബ്രിക്കിൻ്റെ വിഡ്ത്തിനെ നമ്മൾ വോൾ ഫേസിന് പാരലായിട്ടാണ് നമ്മൾ ലേ ചെയ്യുന്നതെങ്കിൽ ആ പോർഷനെയാണ്, ആ ഭാഗത്തിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. സ്ട്രക്ചറും ഹെഡറും. ഓക്കെ, അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ്, ടെക്നിക്കൽ ടൈംസ് ആണ് അത്. ഇതിനടുത്ത് അറൈസ്. ഓക്കെ, അറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രിക്കിലുള്ള രണ്ട് സർഫേസ് പ്ലെയിൻ സർഫേസുകൾ ഇൻ്റർസെക്ഷൻ ചെയ്ത് ഫോം ചെയ്യുന്ന എഡ്ജസിനെയാണ് നമ്മൾ അറൈസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു ബ്രിക്കാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ബ്രിക്കാണ്. ഇവിടെ ബ്രിക്കിൻ്റെ ഇതൊരു പ്ലെയിൻ സർഫേസ് ആണ്, അതുപോലെ തന്നെ ഇതൊരു പ്ലെയിൻ സർഫേസ് ആണല്ലേ. ഈ രണ്ട് പ്ലെയിൻ സർഫേസും ഇൻ്റർസെക്റ്റ് ചെയ്ത് ഇവിടെ ഒരു എഡ്ജ് ഫോം ചെയ്യുന്നല്ലേ. അപ്പോൾ ഈ എഡ്ജിനെയാണ് നമ്മൾ അറൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ എഡ്ജുണ്ട്. ഇതൊരു എഡ്ജാണ്, അതുപോലെ തന്നെ ഇതൊരു എഡ്ജാണ്, അതുപോലെ കുറേ എഡ്ജസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അറൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രിക്കിൻ്റെ പ്ലെയിൻ സർഫേസുകൾ തമ്മിൽ ഇൻ്റർസെക്ഷൻ ചെയ്തുണ്ടാകുന്ന എഡ്ജിനെയാണ് നമ്മൾ അറൈസസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടെക്നിക്കൽ ടൈമാണ് ബെഡ്. ഓക്കെ, ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്കിൻ്റെ ലോവർ സർഫേസ് ആണല്ലേ. ബ്രിക്കിനെ നമ്മൾ ഫ്ലാറ്റായിട്ട് ലേ ചെയ്യുമ്പോഴത്തേക്കും ആ ബ്രിക്കിൻ്റെ ലോവർ സർഫേസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേമാണ് ബെഡ് ജോയിൻറ്റ്. ഓക്കെ, ബെഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടാറിനെയാണ് നമ്മൾ ബെഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോർട്ടാറിനെയാണ് നമ്മൾ ബെഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് നമ്മുടെ പെർപ്പൻസ്. ഓക്കെ, പെർപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? പെർപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപ്പൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെർട്ടിക്കൽ ജോയിൻറ്റിനെയാണ് അതല്ലേ. അതായത് നമ്മുടെ ബ്രിക്കിനെ ലെങ്ത് വൈസോ അല്ലെങ്കിൽ ക്രോസ് ഡയറക്ഷനിലോ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ ജോയിൻറ്റിനെയാണ് നമ്മൾ പെർപ്പൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പെർപ്പൻസും അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ലാപ്പ്. ഓക്കെ, ഈ ഒരു പെർപ്പൻസും ലാപ്പും തമ്മിൽ മാറിപ്പോകല്. പെർപ്പൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ജോയിൻറ്റിനെയാണ് നമ്മൾ പെർപ്പൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാപ്പ് എന്ന് പറഞ്ഞാൽ സക്സസീവ് കോഴ്സുകളിലുള്ള വെർട്ടിക്കൽ ജോയിൻറ്റുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇതൊരു രണ്ട് കോഴ്സായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു ബ്രിക്കാണ്, അതുപോലെ തന്നെ ഓക്കെ. അപ്പോൾ ഈ വെർട്ടിക്കൽ ജോയിൻറ്റ്, ഇതൊരു വെർട്ടിക്കൽ ജോയിൻ്റ് ആണ്, അതുപോലെ തന്നെ ഇതൊരു വെർട്ടിക്കൽ ജോയിൻ്റ് ആണ്. രണ്ട് സക്സസീവ് കോഴ്സിലാണ് ഇരിക്കുന്നത്, അടുത്തടുത്ത് രണ്ട് കോഴ്സുകളിലാണ് ഇരിക്കുന്നത്. സോ ഈ വെർട്ടിക്കൽ ജോയിൻറ്റും തമ്മിലുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ്, ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാറിപ്പോകല്. ഈ ലാപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പം 1/4 ടൈംസ് എന്ന് പറയാം. 1/4 ടൈംസ് ഓഫ് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് എന്ന് പറയാം. ഓക്കെ, ലാപ്പ് എന്ന് പറയുന്നത് 1/4 ടൈംസ് ഓഫ് എങ്ങനെയാണ്? ലെങ്ത് ഓഫ് ദ ബ്രിക്ക്. ഓക്കെ, 1/4 സൈസ് ഓഫ് ലെങ്ത് ഓഫ് ദ ബ്രിക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിക്കുക. നമ്മുടെ ഈ ഒരു ലാപ്പും അതുപോലെ തന്നെ പെർപ്പൻസും തമ്മിൽ മാറിപ്പോകല്. ഓക്കെ, ഇതിന് അടുത്ത് നോക്കേണ്ടതാണ് ക്ലോസർ. ഓക്കെ, ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രിക്കിനെ ലെങ്ത് വൈസിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷൻസിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ബ്രിക്കിനെ ലെങ്ത് വൈസിൽ ഓക്കെ, ലെങ്ത് വൈസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷൻസിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ക്യൂനിങ് ക്ലോസർ ഉണ്ടല്ലേ. ക്യൂനിങ് ക്ലോസർ എങ്ങനെയാണ് വരുന്നത്? ക്യൂനിങ് ക്ലോസർ ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു ബ്രിക്കാണെന്ന് സങ്കല്പിക്കുക. ആ ബ്രിക്കിനെ നമ്മൾ
ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഏതാണ് ക്വീൻ ക്ലോസർ. ഇനി കിങ് ക്ലോസർ ആണെങ്കിലോ, കിങ് ക്ലോസർ നമുക്ക് എങ്ങനെ പറയാം? കിങ് ക്ലോസർ ഇപ്പോൾ ഇതൊരു ബ്രിക്ക് ആണെങ്കിൽ ഈ ഒരു വിഡ്ത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ ലെങ്തിൻ്റെ പകുതിയും തമ്മിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യും അല്ലേ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബിവൾഡ് ക്ലോസർ ആണെങ്കിലോടാ, ബിവൾഡ് ക്ലോസർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ ഒരു വിഡ്ത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ ഈ ഒരു കോർണറും. ഓക്കെ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്? ബിവൾഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി മിട്രഡ് ക്ലോസർ ആണെങ്കിലോ, മിട്രഡ് ക്ലോസർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഇതുവരെയും, അതായത് നമ്മുടെ മിട്രഡ് ക്ലോസർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മിട്രഡ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, ലെങ്ത് വൈസിൽ കട്ട് ചെയ്യുന്നതിനെയാണ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് നമുക്ക് ബാറ്റ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്റ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് വൈസിൽ കട്ട് ചെയ്യുന്നതിനെയാണ് ബാറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഏതൊക്കെയുണ്ട്? ഹാഫ് ബാറ്റ് ഉണ്ട്, അതുപോലെ ഏതുണ്ട്? ഹാഫ് ബാറ്റ് ഉണ്ട്, 3/4 ബാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബിവൾഡ് ബാറ്റ് ഉണ്ട്. ഓക്കെ, 3/4 ബാറ്റ് ഉണ്ട്, ബിവൾഡ് ബാറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് അടുത്തൊരു ടേമാണ്, ബ്രിക്കിലുള്ള ഒരു ടേമാണ് നമ്മുടെ ഫ്രോഗ് എന്ന് പറയുന്നത് അല്ലേ. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡിപ്രഷൻ കൊടുക്കുന്നതാണ്. അതിനാണ് നമ്മുടെ ആ ഒരു കീ മോട്ടാർ, അതൊരു കീ പോലെ ആക്ട് ചെയ്യും. മോട്ടാർ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്രഷൻ കൊടുക്കുന്നതാണ്. ആ ഡിപ്രഷൻ എത്രയായിരിക്കും? 1 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ കാണും. ഓക്കെ, അതാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഒരു ഡിപ്രഷൻ കൊടുക്കുന്നതിനെയാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ടേമാണ് നമ്മുടെ റാക്കിംഗ് ബാക്ക്. ഓക്കെ, റാക്കിംഗ് ബാക്ക്. റാക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനേഷൻ ഓഫ് വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു വാളിനെ ഒരു ദിവസം പണി ചെയ്ത് വച്ചിരിക്കുന്നു, ദെൻ അടുത്ത ദിവസം ഒന്നാണ് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒരു സ്റ്റെപ്ഡ് ഫാഷനിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേമാണ് നമ്മുടെ ടൂത്തിങ്. ഓക്കെ, ടൂത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റാക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടെർമിനേഷൻ ചെയ്യുന്നത് സ്റ്റെപ്ഡ് ഫാഷനിലാണ് റാക്കിംഗ് ബാക്ക്. ഇനി നമ്മുടെ പ്രൊജക്റ്റിംഗ് അൾട്ടർനേറ്റീവ് കോഴ്സ് എന്നൊരു രീതിയിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റാക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്ഡ് ഫാഷനാണ്. ഓക്കെ, സ്റ്റെപ്ഡ് ഫാഷനാണ് റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ടൂത്തിങ് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് പ്രൊജക്ഷൻ. ഓക്കെ, അൾട്ടർനേറ്റീവ് കോഴ്സിൽ നമ്മൾ എന്തിനായിരിക്കും? പ്രൊജക്ഷൻ ചെയ്ത് നിർത്തും. ഓക്കെ, അതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് പറയുന്നത്. അൾട്ടർനേറ്റീവ് കോഴ്സിൽ പ്രൊജക്ഷൻ ചെയ്ത് നിർത്തുന്നതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാൾ ജോയിന്റ് അറിയാം. വാൾ ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാൾ ഫേസിന് പാരലായിട്ടുള്ള ജോയിന്റിനെയാണ് നമ്മൾ വാൾ ജോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെതറുമായിട്ട് കോണ്ടാക്ട് ഉള്ള സർഫേസ്, വെതറുമായിട്ട് കോണ്ടാക്ട് ഉള്ള സർഫേസിനാണ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് നമ്മൾ ഫേസിങ് എന്ന് പറയാറുണ്ട് അല്ലേ, ഫേസിങ് എന്ന് പറയാറുണ്ട്. അതുപോലെ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് എന്ന് പറഞ്ഞാൽ വെതറുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത സർഫേസിനാണ് ബാക്ക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ബാക്കിംഗ് എന്ന് പറയുന്നു. ഇനി അടുത്തൊരു ടേമാണ് ഹേർട്ടിങ്. ഓക്കെ, ഹേർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫേസിങ്ങിനും ബാക്കിങ്ങിനും ബിറ്റ്വീനായിട്ട് വരുന്ന ഇൻ്റർമീഡിയറ്റ് പോർഷനെയാണ് നമ്മൾ ഹേർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസിങ്ങിനും ബാക്കിങ്ങിനും ബിറ്റ്വീനായിട്ട് വരുന്ന ഇൻ്റർമീഡിയറ്റ് പോർഷനെയാണ് നമ്മൾ ഹേർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് ത്രഷോൾഡ്. ഓക്കെ, ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൗണ്ട് ലെവൽ ടു പ്ലിന്ത് ലെവൽ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പ്ലിന്ത് ലെവൽ വരെ ഒരു സ്റ്റെപ്ഡ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രൗണ്ട് ലെവൽ മുതൽ പ്ലിന്ത് ലെവൽ വരെ ഒരു സ്റ്റെപ്പിൻ്റെ ഫോമിൽ നമ്മളൊരു അറേഞ്ച്മെൻറ്റ് കൊടുക്കും. അതിനെയാണ് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മിക്ക എക്സാമിന് ചോദിക്കുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്കൽ ടേംസിലും ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് കോഴ്സിലെ ഹെഡറും സ്ട്രക്ചറും വരുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ് ബ്രിക്ക് വർക്കിൽ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഓർമ്മിക്കുക, അൾട്ടർനേറ്റീവ് കോഴ്സിൽ ഹെഡേഴ്സും സ്ട്രക്ചറും വരുന്ന അൾട്ടർനേറ്റീവായിട്ട് വരുന്ന കോഴ്സുകളിൽ ഹെഡറും സ്ട്രക്ചറും വരുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നതും ബ്രിക്ക് ബോണ്ടിൽ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നതും നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, ഇനി ഈ ഒരു ഇംഗ്ലീഷ് ബോണ്ടിൽ ഈച്ച് അൾട്ടർനേറ്റീവായിട്ട് കോഴ്സ്, അതായത് അൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഹെഡേഴ്സ് അല്ലേ, അൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഹെഡേഴ്സ്
നമ്മുടെ സ്ട്രക്ചറിന് സെൻട്രലി സപ്പോർട്ടായിരിക്കും. ആ ഒരു പോയിന്റൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന ഹെഡേഴ്സ്, അതായത് നമുക്കറിയാം ഇംഗ്ലീഷ് ബോണ്ടാണെങ്കിൽ ആൾട്ടർനേറ്റീവ് കോഴ്സിൽ ഹെഡറും സ്ട്രക്ചറും വരുന്നതാണ്. അതായത് ഒരു കോഴ്സ് ഫുൾ ഹെഡർ, ദെൻ ഒരു കോഴ്സ് ഫുൾ സ്ട്രക്ചർ, വീണ്ടും ഒരു കോഴ്സ് ഫുൾ ഹെഡർ, ആ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഹെഡേഴ്സ് സെൻട്രലി സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ സ്ട്രക്ചറിന് പുറത്താണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഞാൻ എഴുതി വയ്ക്കാം ഇവിടെ. each alternative header, okay, each alternative headers are centrally supported, okay, centrally supported on structure, okay, on structure. അപ്പം each alternative headers are centrally supported on structure എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടത് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു സ്ട്രക്ചർ പോർഷൻ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, ഹാഫ് ബ്രിക്ക് തിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹാഫ് ബ്രിക്ക് തിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഹാഫ് ബ്രിക്ക് തിക്കിനേക്കാളും കൂടുതൽ തിക്നെസ് വരുന്നത് നമ്മൾ സ്ട്രക്ചർ ബോണ്ടിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹെഡർ ബോണ്ടിൽ നമ്മൾ ഹെഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഹെഡർ ബോണ്ടിൽ നമ്മൾ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാനായിട്ട് നമ്മൾ 3/4 ബാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെഡർ ബോണ്ടിൽ 3/4 ബാറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചർ ബോണ്ടിലാണെങ്കിൽ ഹാഫ് ബാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചർ ബോണ്ടിൽ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ ഹാഫ് ബാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഹെഡർ ബോണ്ടിൽ നമ്മുടെ വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3/4 ബാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈച്ച് കോഴ്സിൽ നമുക്ക് അൾട്ടർനേറ്റീവായിട്ട് ഹെഡറും സ്ട്രക്ചറും കാണാൻ കഴിയും. ഓക്കെ, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈച്ച് കോഴ്സിലും അൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഹെഡറും സ്ട്രക്ചറും കാണാൻ കഴിയും. ബെസ്റ്റ് അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലെമിഷ് ബോണ്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫ്ലെമിഷ് ബോണ്ടിലുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ് എന്ന് പറയാം. ഓക്കെ, എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ ഫ്ലെമിഷ് ബോണ്ട് 2 ടൈപ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? നമ്മുടെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. ഓക്കെ, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. ഈ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഫേസിങ്ങിൽ നമ്മുടെ ഫ്ലെമിഷ് ബോണ്ടായിരിക്കും, ബാക്കിങ്ങിൽ ഇംഗ്ലീഷ് ബോണ്ടായിരിക്കും. അവിടെ അതിൻ്റെ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ബ്രിക്ക് തിക്കാണ് പറയുന്നത്. ഓക്കെ, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ മിനിമം തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ബ്രിക്ക് തിക്കാണ്. ഓക്കെ, മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 1.5 ബ്രിക്ക് തിക്കാണ്. ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിലോ, ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫേസിങ്ങും ബാക്കിങ്ങും ഫ്ലെമിഷ് ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫേസിങ്ങും ബാക്കിങ്ങിലും ഫ്ലെമിഷ് ബോണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം: ബെസ്റ്റ് അപ്പിയറൻസ് നൽകുന്ന ബോണ്ട് അല്ലെങ്കിൽ ബ്രിക്ക് ബോണ്ട് ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടുണ്ട്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടുണ്ട്, ഫ്ലെമിഷ് ബോണ്ടുണ്ട്. അതിൻ്റെ ആൻസർ ഏതായിരിക്കും? നമുക്കവിടെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ് ആൻസർ ആയിട്ട് വരിക. കാരണം ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിലാണ് ഫേസിങ്ങിലും ബാക്കിങ്ങിലും ഫ്ലെമിഷ് ബോണ്ട് ഉള്ളതല്ലേ. സോ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഓപ്ഷനിലുണ്ടെങ്കിൽ അതായിരിക്കും അവിടെ ബെസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ ഗാർഡൻ വാൾ ബോണ്ട്. ഓക്കെ, ഗാർഡൻ വാൾ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണെടാ? ഓക്കെ, ഗാർഡൻ വാൾ ബോണ്ട് നമ്മൾ മാക്സിമം കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, മാക്സിമം കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഈ ഗാർഡൻ വാൾ ബോണ്ടിലും 2 ടൈപ്സ് ഉണ്ട് അല്ലേ. ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയുണ്ട്? ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടുണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടുണ്ട്. ഈ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ മറ്റൊരു പേരൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് സ്കോച്ച് എന്ന് പറയാം. ഓക്കെ, സ്കോച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് സക്സസ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, സക്സസ് ബോണ്ട് എന്ന് നമ്മുടെ ഈ ഒരു ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിനെ പറയാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ട് 3 or 5 സ്ട്രക്ചർ കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീണ്ടും ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഫുള്ള് ഹെഡർ കൊടുത്തു. ഓക്കെ, ഫുള്ള് ഹെഡർ കൊടുത്തു. ദെൻ അടുത്ത് 1, 3
ഓക്കെ, ഒരു സ്ട്രക്ചർ കോഴ്സ്, ഇതൊരു സ്ട്രക്ചർ കോഴ്സ്, ഇതൊരു സ്ട്രക്ചർ കോഴ്സ്. ഇതുപോലെ 1, 3 നമ്പർ അല്ലെങ്കിൽ 5 നമ്പർ സ്ട്രക്ചർ കോഴ്സ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ വീണ്ടും ഒരു ഹെഡർ കോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് ആണെങ്കിലോ, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എങ്ങനെ പറയാം? ഫ്ലെമിഷ് ബോണ്ട് നമുക്ക് ഈച്ച് കോഴ്സിലും നമ്മുടെ അത് ഹെഡറും സ്ട്രക്ചറും ഉണ്ടാവും. സോ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടിലേക്ക് വരുമ്പോൾ ഒരു കോഴ്സിൽ തന്നെ ഇവിടെ ഒരു ഹെഡർ കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു ഹെഡർ കൊടുത്തിട്ട് മൂന്നോ അഞ്ചോ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹെഡർ കൊടുക്കും. ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഒരു പ്രത്യേകതയുള്ളത്, നമ്മളിവിടെ ഒരു ഹെഡർ കൊടുത്തു. ഇനി 2 സ്ട്രക്ചർ കൊടുത്തിട്ടാണ് വീണ്ടും ഒരു ഹെഡർ കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, 2 സ്ട്രക്ചർ കൊടുത്തിട്ടാണ് വീണ്ടും ഒരു ഹെഡർ കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തോന്ന് പറയുന്നു? ആ ബോണ്ടിനെയാണ് നമ്മൾ മോങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. ആ ബോണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോങ്ക് ബോണ്ട് എന്ന് പറയും. ഓക്കെ, അത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ അതർ നെയിം ഓർമ്മിക്കുക, സ്കോച്ച്, അതുപോലെ തന്നെ സക്സസ് ബോണ്ട് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ റാക്കിംഗ് ബോണ്ട്. റാക്കിംഗ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹെഡർ ബോണ്ടിന്, അതായത് നമ്മൾ ഫില്ലിംഗ് ചെയ്യാൻ, തിക്കർ വാൾസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാക്കിംഗ് ബോണ്ട് യൂസ് ചെയ്യുന്നത്, അല്ലേ? ദെൻ അതിൽ തന്നെ ടൈപ്സ് ഉണ്ട്. ഡയഗണൽ ഉണ്ട്, ഹെറിംഗ് ബോണ്ട് ഉണ്ട്, സിക്സാഗ് ബോണ്ട് ഉണ്ട്. അതിൽ നമുക്ക് നോക്കേണ്ടത് തിക്നെസ് ആണ്. നമ്മുടെ ഡയഗണൽ, ഓക്കെ, ഡയഗണൽ ബോണ്ടിൻ്റെ തിക്നെസ് വരുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 2 ബ്രിക്ക് തിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഹെറിംഗ് ബോണ്ടിൻ്റെ തിക്നെസ് എത്രയാണ് വരുന്നത്? ഗ്രേറ്റർ ദാൻ 4 ബ്രിക്ക് തിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ സിക്സാഗ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫ്ലോറിങ്ങിനും പേവിങ്ങിനൊക്കെയാണ് നമ്മൾ സിക്സാഗ് ബോണ്ട് യൂസ് ചെയ്യുന്നത്. അത്രയാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം വരുന്നത്. ദെൻ അടുത്തൊരു ബോണ്ടാണ് നമ്മുടെ ഡച്ച് ബോണ്ട്. ഓക്കെ, ഡച്ച് ബോണ്ട് ഏതിൻ്റെ മോഡിഫിക്കേഷൻ ഫോമാണ്? നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ടിന്റെ മോഡിഫൈഡ് ഫോമാണ് ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ഡച്ച് ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? നമ്മളവിടെ വെർട്ടിക്കൽ ജോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി 3/4 ബാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ. 3/4 ബാറ്റ് നമ്മൾ എല്ലാ സ്ട്രക്ചർ കോഴ്സിലും നമ്മൾ യൂസ് ചെയ്യും. ഡച്ച് ബോണ്ടിൽ നമ്മൾ വെർട്ടിക്കൽ ജോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ട്രക്ചർ കോഴ്സിലും നമ്മൾ 3/4 ബാറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സിൽ, ഓക്കെ, അൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സിൽ നമ്മൾ ഈ ഒരു 3/4 ബാറ്റിൻ്റെ അടുത്ത് ഒരു ഹെഡർ കൂടെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഇതൊരു അൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സ് സങ്കല്പിക്കുക. അതിൽ ഈ വെച്ചത് നമ്മൾ 3/4 ബാറ്റാണ്. ഓക്കെ, ഈ ഒരു 3/4 ബാറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹെഡർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടായിരിക്കും അവിടെ ബാക്കി എല്ലാ സ്ട്രക്ചറും പോകുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഫിഗറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർമ്മിക്കുക. ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സിൽ 3/4 ബാറ്റിൻ്റെ അടുത്ത് ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ബ്രിക്ക് ഓൺ എഡ്ജ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് ബ്രിക്ക് ഓൺ എഡ്ജ്. ഓക്കെ, ബ്രിക്ക് ഓൺ എഡ്ജിന് മറ്റൊരു പേരെന്താണ്ടാ? നമുക്കിതിന് സിൽവർ കോക്സ് ബോണ്ട് എന്ന് പറയാം, അല്ലേ? സിൽവർ കോക്സ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് നോക്കാം. ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്സ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹെഡർ ലേ ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ നമ്മൾ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അങ്ങനെ വരുന്ന ബോണ്ടിനെയാണ് നമ്മൾ ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്സ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്ക് ഒരു ക്യാവിറ്റി സ്പേസ് ഉണ്ടാവും. അത് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചെയ്യുന്നത് ഒരു ഹെഡർ വെച്ചിട്ട് അതിന് മേളിൽ അതിൻ്റെ എഡ്ജിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ബ്രിക്ക് ഓൺ എഡ്ജ് അല്ലെങ്കിൽ സിൽവർ കോക്സ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ബോണ്ടിന് നമ്മൾ എന്തോന്ന് പറയുന്നു? റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ ബോണ്ടിന് നമ്മൾ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെങ്കിൽ സെൻറ്റ് ആൻഡ്രീസ് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, സെൻറ്റ് ആൻഡ്രീസ് ബോണ്ട് എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതും നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോം തന്നെയാണ്. ഇവിടെയും എവരി അൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സിൽ ഒരു ക്യൂൻ സ്ട്രക്ചറിന് ശേഷം നമ്മളൊരു ഹെഡർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു സ്ട്രക്ചർ കോഴ്സ് ആണ് സങ്കല്പിക്കുക. ഇവിടെ ഈ ഒരു സ്ട്രക്ചർ കോർണറിലൊരു സ്ട്രക്ചർ ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്കി സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത് പോകും. ഓക്കെ, ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, എവരി അൾട്ടർനേറ്റീവായിട്ട് വരുന്ന സ്ട്രക്ചർ കോഴ്സിൽ
നമ്മൾ ഒരു ക്യൂൻ സ്ട്രക്ചറിനടുത്ത് ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റ് ആൻഡ്രീസ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ പോർഷനാണ്. എന്നാലും നമ്മുടെ ഈ ഒരു ബ്രിക്ക് മേസൺറിയിൽ നിന്ന് നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ടായാലും ഫ്ലെമിഷ് ബോണ്ടായാലും അതുപോലെ ഇതിൽ തന്നെ ടെക്നിക്കൽ ടേംസിൽ നിന്നായാലും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നോക്കിയിട്ട് തന്നെ പോവുക എക്സാമുകൾക്ക്. താങ്ക് യു.